അപ്പോൾ ഇനി അടുത്തത് നമ്മൾ യു എസ് എയിലുള്ള വാർത്തകളാണ്. വീണ്ടും ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാർത്ത ഇതാണ്. റിപ്പബ്ലിക്കൻസ് ഡിനൗൺസ്, സോറി ഇത് പോപ്പൊക്കെ വന്നിട്ടുണ്ട്, സോറി, ഞാൻ വാർത്ത വായിക്കാം. വാർത്ത ഇതാണ്: റിപ്പബ്ലിക്കൻസ് ഡിനൗൺസ് ടക്കർ കാൾസൺ ടു ഇന്റർവ്യൂ വിത്ത് നിക് ഫുവൻഡസ്, എ വൈറ്റ് സുപ്രമസിസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്. ഈ ഒരു വാർത്ത നമ്മൾ ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ വന്ന വാർത്തയാണ്. പക്ഷെ ഇത് ഇവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റഷ്യൻ്റെ പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പരിപാടികളെ പിന്തുണച്ചുകൊണ്ട്, പുട്ടിൻ്റെ തീവ്രവാദപരമായിട്ടുള്ള സമീപനങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ കുറേ പേര് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ടക്കർ കാൾസന്റെ ചാനൽ കണ്ട് പഠിക്കുക, ടക്കർ കാൾസനെ കണ്ട് പഠിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ടക്കർ കാൾസൺ ആരാന്നുള്ളത് വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാനുള്ളത്. ടക്കർ കാൾസൺ എന്ന് പറയുന്ന ആള് വളരെ ആന്റിസെമിറ്റിക് ആയിട്ട് ഇസ്രായേൽ ആയിട്ട് ഒരു ബന്ധം യു എസിന് പാടില്ല എന്ന് പറയുകയും ആന്റിസെമിറ്റിക് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുള്ള വേൾഡ് ഫേമസ് യൂട്യൂബർ ആണ് ടക്കർ കാൾസൺ. ഈ ടക്കർ കാൾസണ് യു എസിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ആയിട്ടുള്ള ട്രംപിന്റെ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, അത് ഇയാൾ പറഞ്ഞത് ശരിയല്ല, ഈ ഹോളോകോസ്റ്റ് ഡിനയർ ആണ്. അങ്ങനെ ഹോളോകോസ്റ്റ് ഡിനയേഴ്സിനെയും നിയോനാസി സിമ്പത്തൈസേഴ്സ് ആയിട്ടുള്ള ഹോളോകോസ്റ്റ് ഡിനയേഴ്സ് ആയിട്ടുള്ള ന്യൂക് ഫുവൻഡസ് എന്നൊക്കെ പറയുന്ന വൈറ്റ് സുപ്പർമസിസ്റ്റ് ആണ് ഞാൻ എന്ന് പറഞ്ഞ് സ്വയം നിയോനാസി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളായിട്ടുള്ള ന്യൂക് ഫുവൻഡസിന് പിന്തുണച്ചിട്ടുള്ള ആൾക്കാരാണ് ടക്കർ കാൾസൺ. ഈ ടക്കർ കാൾസന്റെ പിന്നെ യൂട്യൂബ് വീഡിയോസിനെയും ആർട്ടിക്കിൾസിനെയൊക്കെ എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വായിച്ചു നോക്ക്, എന്നാൽ നിങ്ങൾക്ക് റഷ്യന്റെ വേദന മനസ്സിലാവും, എന്നാൽ നിങ്ങൾക്ക് പുടിന്റെ വേദന മനസ്സിലാവും, പുട്ടിന് ഹീറോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് കമന്റ് ഇട്ടിരിക്കുന്നത് ഈ ടക്കർ കാൾസന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ടക്കർ കാൾസൺ, അപ്പോൾ നിങ്ങൾ സോഴ്സസ് ആദ്യം പരിശോധിക്കുക, എന്താണ് പഠിക്കണം എന്നുള്ളത്. പിന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞത് നമ്മൾ യൂറോപ്പിലെ ന്യൂസുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന പല ന്യൂസുകളും യൂറോപ്യൻ ന്യൂസ് ചാനൽസിൽ നിന്ന് വരുന്നതല്ല, അല്ലെങ്കിൽ യൂറോപ്പിനെ തന്നെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ യൂറോപ്പിനൊക്കെ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാണാണ്ട് അവരുടെ വേൾഡ് വ്യൂവിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ഹോമിനം ചെയ്യുന്ന പരിപാടികൾ, ഏതുപോലെയാണ് കാക്കമാര് തെറി വിളിക്കുകയും എന്താ പറയുക തോറ്റ് കഴിഞ്ഞ കൊഞ്ഞണം കുത്തി കാണിക്കുക എന്ന് പറഞ്ഞ രീതിയിലുള്ള കമന്റ്സ് ആണ് നമ്മൾ റഷ്യന്റെ വീടിന് താഴെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ സോഴ്സസ് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ടക്കർ കാൾസണെയും നിക് ഫുവൻഡസിന്റെ ഒക്കെ വീഡിയോസിനെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇത് കേട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഞാനിവിടെ ഇരിക്കുന്നത്, ഇവരൊക്കെ കേട്ടിട്ട് തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ടക്കർ കാൾസണൊക്കെ ആരാ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. ഇയാൾ പറയുന്ന കാര്യങ്ങളും ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം, അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇവരുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇത് കേട്ട് നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് തന്നെ വന്ന് പറയണത് റഷ്യ കാണിക്കുന്നത്, ഉക്രൈനിൽ റഷ്യ കാണിക്കുന്നത് ചെറ്റത്തരാണ്, പുടിൻ ഒരു അസല് സ്വച്ഛാധിപത്യമാണ്, ഹിറ്റ്ലറിനെ പോലത്തെയുള്ള എന്ന് നമ്മൾ പറയുന്നത്. റഷ്യൻ രാജ്യത്തിനോടാണ് നമുക്ക് പ്രശ്നം റഷ്യൻ ഗവൺമെന്റിനോടാണ് നമുക്ക് പ്രശ്നം. അത് നമ്മൾ പറയുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഉക്രൈൻ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് വരാം, ഇനി അടുത്ത ന്യൂസുകളിലോട്ട് പോവാം. യു എസിന്റെ ന്യൂസാണ്. യൂറോപ്പ് വിഷയങ്ങൾ വീണ്ടും വരുന്നുണ്ട്, അപ്പം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ന്യൂയോർക്ക് ഗവർണർ സേസ് മംദാനി കാന്റ് ആക്ച്വലി അറസ്റ്റ് നേതന്യാഹു. ഇതാണ് അടുത്ത കോമഡി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മംദാനി, നമ്മുടെ സെൽഫ് പ്രൊക്ലെയിംഡ് കാക്കാമാരുടെയും ലെഫ്റ്റുകളുടെയും സ്വന്തം മകനായിട്ടുള്ള മംദാനി, സൊഹ്റാൻ മംദാനി, ഈ മംദാനിനെ ഇവിടെ മുസ്ലിങ്ങളും പിന്നെ ലെഫ്റ്റിസ്റ്റുകളൊക്കെ ഇവിടെ വോട്ട് ചെയ്ത് ന്യൂയോർക്കിൽ കയറ്റിയത് മംദാനി പറഞ്ഞിരുന്നത് ഞാൻ നേതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നേതന്യാഹു യു എസിൽ കാല് കുത്തുകയാണെങ്കിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും, ഞാൻ ന്യൂയോർക്കിൽ കാല് കുത്തുകയാണെങ്കിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ICCയിൽ പിന്നെ ഹാജരാക്കുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ന്യൂയോർക്കിലുള്ള ഗവർണർ, ന്യൂയോർക്ക് പിന്നെ സ്റ്റേറ്റിലെ ഗവർണർ പറയണത് അങ്ങനെ ഒരു പവർ ന്യൂയോർക്ക് സിറ്റിയിലെ ഗവർണറിന് ഇല്ലല്ലോ മാഷെ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്, കാണുന്നത്. അപ്പൊ ഇമ്മാതിരി പെർഫോമേറ്റീവ് ഓക്സേഴ്സിന്റെ വാക്കുവാദം കേട്ടിട്ട് കുറെ കാക്കാമാർ ലെഫ്റ്റ് വിങ്ങും കൂടി ഇവിടെ കിടന്ന് തൊള്ള പൊളിക്കുന്നവർക്ക് നമുക്ക് പറയാനുള്ളത് ഇതാണ് അവസ്ഥ. നിങ്ങൾ ഇമാതിരി ആൾക്കാരൊക്കെ കേട്ട് വിശ്വസിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഒരു ഭാഗത്തു കൂടി മംദാനി അണ്ണൻ ഈ പറഞ്ഞ പ്രീണന പ്രവർത്തികളൊക്കെ കൂടി നടത്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ടെക്സാസിൽ
ടെക്സാസ് അറ്റോർണി ജനറൽ കെൻ പാക്സ്റ്റൺ സൂസ് ടു സ്റ്റോപ്പ് മുസ്ലിം ഹൗസിംഗ് പ്രോജക്ട് ഇൻ നോർത്ത് ടെക്സാസ്. ഇതിനു മുന്നേ നമ്മൾ വായിച്ചതാണ്. ടെക്സാസിലുള്ള ഗവർണർ അബട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. പുള്ളിക്കാരൻ പിന്നെ കയർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഫോർ അമേരിക്കൻ ആൻഡ് ഇസ്ലാമിക് റിലേഷൻസ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡായിട്ട് പിന്നെ ചേർന്ന് പണിയെടുക്കുന്ന ആൾക്കാർ പിന്നെ ബാൻ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രോഹിബിറ്റ് ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ബാൻ ചെയ്തു, ഞങ്ങൾ ടെക്സാസ് സ്റ്റേറ്റിൽ ബാൻ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇതിന് മുന്നേ ടെക്സാസിൽ ശരിയെ കൊണ്ടാണെന്ന് പറഞ്ഞ കാക്കമാരുടെ വിക്രസുകൾ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ടെക്സാസിൽ ഇത് ബാൻ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ പറയണു മുസ്ലിം ഹൗസിംഗ് പ്രൊജക്ട് നോർത്ത് ടെക്സാസ് വിൽ ബി സൂൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇനി ഇത്രയും കാലം ഈ പറഞ്ഞ പോലെ വീരവാദം മുഴക്കിക്കൊണ്ട് ഇനി അടുത്തത് പിന്നെ ഇരവാദമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ അത് മൂട്ടിൽ വെടിയ കൊള്ളുമ്പോൾ ഇങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് കാക്കന്മാർ. അപ്പോൾ ഇത് അടുത്തത് അതാണ് കാണാൻ പോകുന്നത്. ഇമാതിരി ബോധം നമ്മൾ US ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂറോപ്പിൽ ബോധം അത്ര അങ്ങ് വന്നിട്ടില്ല, വരുന്നൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇത്ര അധികം ബോധം അങ്ങ് വന്നിട്ടില്ല. ഇതാണ് നമ്മളെ ഒരു സങ്കടം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇടതുപക്ഷത്തിനോടും നമുക്ക് പ്രശ്നമുണ്ട്, നമുക്ക് വലതുപക്ഷത്തിനോടും പ്രശ്നമുണ്ട്. കാരണം വലതുപക്ഷത്തിന്റെ കുറെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US വാക്സിൻ അഡ്വൈസേഴ്സ് സേ നോട്ട് ഓൾ ബേബീസ് നീഡ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഷോട്ട് അറ്റ് ബർത്ത്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഇത്ര അധികം ഒരു പെർവേസീവ് ആയിട്ടുള്ളൊരു ഡിസീസ് നമ്മൾ US ഇത്ര കോമൺ ആകുമ്പോൾ അവിടെ വാക്സിനേഷൻ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ വലതുപക്ഷക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് വലതുപക്ഷത്തിനോടും യോജിപ്പില്ലാത്തത്. ഇപ്പോൾ ഈ റഷ്യ വിഷയത്തിൽ നമ്മൾ റഷ്യൻ്റെ ചട്ടത്തരങ്ങൾ പറഞ്ഞപ്പോൾ റഷ്യനെ എന്താ പറയുക, റഷ്യനെ ഒറ്റയടിക്ക് റഷ്യൻ്റെ ആയിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കണം എന്നല്ല നമ്മൾ പറഞ്ഞു വെച്ചത്. മറിച്ച് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് വി ഷുഡ് ബി കോഷ്യസ് ആൻഡ് വാരി ഓഫ് റഷ്യ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതേമാതിരി പടിപടിയായിട്ട് റഷ്യ ആയിട്ടുള്ള ബന്ധം പിന്നെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്, റഷ്യനായിട്ടുള്ള ഓയിലിൻ്റെ ഡിഫൻസിന് ഡിപ്പെൻഡൻസ് പടിപടിയായിട്ട് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. സെൽഫ് റിലയൻ്റ് ആവുക ഇന്ത്യ, അതാണ് ഇതിനുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അത് പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇവിടുത്തെ ഹിന്ദുത്വ ഹാൻഡിലുകളിലുള്ള അതിൻ്റെ പ്രൊപ്പഗണ്ട മാത്രം വിഴുങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മളെ അപ്പൊ അത്രയും കാലം നമ്മൾ നല്ല ആളായിരുന്നു, പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വേട്ടാവാളിയനായി, ഭ്രാന്തനായി, മെന്റലി റിട്ടാർഡായി, ഇതൊക്കെയാണ് നമുക്ക് കാണുന്ന വേറെ കുറച്ച് കമന്റുകൾ കാണുന്നത്. കാക്കമാർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ കൊഞ്ഞനം കുട്ടി കാണിക്കുന്ന അതേ പരിപാടികളാണ് ഇപ്പൊ നമ്മളെ വലതുപക്ഷത്തിന്റെ അടുത്തുനിന്നും നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇതാണ് നമുക്ക് വലതുപക്ഷത്തിനോടുള്ള പ്രശ്നം. ഇങ്ങനത്തെ ആന്റി വാക്സിനേഴ്സ് ഒക്കെയാണ് വലതുപക്ഷത്ത് കടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇതാണ് USA നിന്നുള്ള അവസാനത്തെ ന്യൂസ്. ഇനി നമ്മൾ യൂറോപ്പിലോട്ട് പോവാണ്. കട്ട് ചെയ്യണം എന്നില്ല, കട്ട് ചെയ്യണോ? US കുറച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ കോപ്പ് ഇതെന്തത്, എനിക്കിത് വരുമ്പോ ഒന്നും വരലില്ല കേട്ടോ. ഞാനിത് നോക്കുന്ന സമയത്ത് ഈ പോപ്പപ്പ് വരുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോൾ പോപ്പപ്പ് വരുന്നത് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇത് വേറൊരു സൈറ്റിൽ എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ കഴിഞ്ഞ ആഴ്ച വേറൊരു വലിയൊരു വാർത്തയായിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് യൂറോപ്പിന്റെ കാര്യത്തിൽ എന്താണ് പ്ലാൻ എന്നുള്ളത് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ ട്രംപ് പ്രധാനമായിട്ട് പറയുന്നത് യൂറോപ്പ് ആദ്യം പേടിക്കേണ്ടത്, യൂറോപ്പ് റഷ്യനെ പേടിക്കുന്നതൊക്കെ നല്ലത് തന്നെ, അതിപ്പോൾ നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലുപരി അല്ലെങ്കിൽ അത്രത്തോളം തന്നെ നിങ്ങൾ ഇന്റേണൽ ത്രെറ്റ്സിനെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ തീരെ നോക്കണില്ല. അപ്പം ആ ഇന്റേണൽ ത്രെറ്റ്സ് എന്തൊക്കെയാണ്? ആ ഇന്റേണൽ ത്രെറ്റ്സ് ആണ് ഈ പറഞ്ഞ പോലത്തെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ ഇസ്ലാമിക് എക്സ്ട്രീമിസം, പൊളിറ്റിക്കൽ ഇസ്ലാം, ഇതൊക്കെയാണ്. ഇതിനൊക്കെയാണ് നിങ്ങൾ ആദ്യം, ഇതിനെയും നിങ്ങൾ റഷ്യനെ ഏതുപോലെയാണ് സീരിയസ്നെസ്സോടെ നോക്കിക്കാണുന്നത് അത്ര തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലുപരി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ത്രെറ്റ്സിനെ, ഇസ്ലാമിക് ആഭ്യന്തര ശത്രുക്കൾ, അവരെ നിങ്ങൾ ആദ്യം കൂടുതലായിട്ട് പേടിക്കണം. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിനെയും ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിനെയും ഈ പറഞ്ഞ പോലെ അതെ കമ്മ്യൂണിസ്റ്റുകാരെയും ഈ പറഞ്ഞ പോലെ ഇസ്ലാമിസ്റ്റുകളെ
ഒക്കെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏതുപോലെയാണോ ഫാർ റൈറ്റിന് ഈ പറഞ്ഞ പോലെ നിയോനാസി എന്ന് പറഞ്ഞ് ഒഴിച്ചു മാറ്റി നിർത്തുന്നത്, ഇതേപോലെ തന്നെ ഒഴിച്ചു മാറ്റി നിർത്തുകയും ബാൻ ചെയ്യുകയും ചെയ്യേണ്ട സാധനങ്ങളാണ് ഈ ഫാർ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളും ഈ ഇസ്ലാമിസ്റ്റ് സാധനങ്ങളൊക്കെ. അപ്പോൾ അതാണ് ട്രംപിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനോട് നമുക്ക് പൂർണ്ണ യോജിപ്പാണ്. ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യൂറോപ്പ് തന്നെ റിയലൈസ് ചെയ്യണം. ട്രംപ് പറയാതെ തന്നെ യൂറോപ്പ് റിയലൈസ് ചെയ്യാനുണ്ട്. സംഭവം ട്രംപ് അസല് കറപ്റ്റാണ്. ഈ പറഞ്ഞ പോലെ സ്വന്തം കുടുംബം വെച്ചിട്ട് പ്രസിഡന്റ്ഷിപ്പിനെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടികൾ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ട്രംപിനെ പറ്റി. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ട്രംപിനോട് യോജിപ്പാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ട്രംപിന് പുടിനോടുള്ള കുറച്ച് സുഹൃത്ത് ബന്ധത്തിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ ട്രംപ് ഇക്കറിഞ്ഞ ഇസ്ലാമിനെ എതിർക്കുന്നതിൽ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇല്ലീഗൽ ഇമിഗ്രേഷനെയും ഈ പറഞ്ഞ പോലെ ഇമിഗ്രന്റ് ഗ്യാങ്സിനൊക്കെ ഇപ്പൊ അടുത്ത് ഡ്രഗ് കാർട്ടൽസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം, US വാട്ടേഴ്സിലുള്ള ഡ്രഗ് കാർട്ടൽസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊളംബിയ ഇക്വഡോറിലൊക്കെ ഡ്രഗ് കാർട്ടൽസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നതും US സോയിലിൽ വന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനോടൊക്കെ നമുക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. അതൊക്കെ കാലങ്ങളായിട്ട് ഈ സൗത്ത് അമേരിക്ക US-നെ ഒരു ഡ്രഗ് മാർക്കറ്റാക്കി ഉപയോഗിക്കുകയും ആ പേരിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ഡ്രഗ് മാഫിയ ഗ്യാങ്സ് US-ലും ഈ പറഞ്ഞ ഇക്വഡോർ, കൊളംബിയ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്രാക്ക് ഡൗൺ ആ ഒരു ഡെമോക്രാറ്റിക് പാർട്ടി കാണിക്കാത്ത ആ ഒരു നട്ടല് ട്രംപ് കാണിക്കുന്നതിനോട് നമുക്ക് പൂർണ്ണ യോജിപ്പുണ്ട്. അതേമാതിരി ട്രംപ് ഈ പറഞ്ഞ പോലെ ഈ ഗാസ പീസ് ഡീൽ പ്രകാരം ആ ഹോസ്റ്റേജസിനെ മൊത്തം തിരിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു സംഭവം പുള്ളിക്കാരൻ നടത്തി. അത് ട്രംപിന്റെ ഒരു വിജയം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളോ ട്രംപിനോട് യോജിപ്പുണ്ട്. പക്ഷെ ട്രംപ് മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കറപ്റ്റാണ്, സ്വന്തം പ്രസിഡന്റ്ഷിപ്പിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട്. അപ്പോൾ സിവിലൈസേഷൻ എറേഷർ, ട്രംപ് സേസ് യൂറോപ്പ് റിസ്ക്സ് ബീങ് വൈപ്ഡ് അവേ അൺലെസ് ഇറ്റ് ചേഞ്ചസ്. 20-30 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ട്രംപ് പറയുന്ന കാര്യങ്ങൾ യൂറോപ്പ് മര്യാദക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ ഈ പറഞ്ഞ പോലെ ഇന്റേണൽ പ്രശ്നങ്ങൾ കാരണം തന്നെ യൂറോപ്പ് ഇല്ലാണ്ടാവും. ഇനി റഷ്യ വന്ന് ആക്രമിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ആഭ്യന്തര കലാപം. അതെ, ആഭ്യന്തര കലാപത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? എനിക്ക് ആഭ്യന്തര കലാപം ഉദ്ദേശിച്ചത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, വേറെന്താ പറയാ? ഓക്കെ, ആഭ്യന്തര കലാപം. അപ്പോൾ അടുത്ത ഇങ്ങനൊക്കെ ആണെങ്കിലും US സ്റ്റിൽ EU's ബിഗ്ഗസ്റ്റ് ആലൈ സേസ് കലാസ്. യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് പറയുന്നത് ഇങ്ങനൊക്കെ ട്രംപ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നാറ്റോയില് ഇപ്പോൾ നാറ്റോന്റെ വിഷയത്തിൽ US ആണ് കൂടുതൽ പൈസ എടുക്കുന്നത്, യൂറോപ്പ് പൈസ എടുക്കുന്നില്ല, ഫണ്ടിങ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സംഭവത്തിലൊക്കെ കുറച്ച് കശവിശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും യൂറോപ്പിന്റെ ആൾക്കാർ പറയുന്നത് ഇപ്പോഴും US തന്നെയാണ് യൂറോപ്പിന്റെ ബിഗ്ഗസ്റ്റ് ആലൈ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനത്തെ പല വിഷയങ്ങളിലും ട്രംപ് ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ പൈസന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര അഗ്രഗണ്യനാണ്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആ ഒരു പ്രോഫിറ്റ് ലോസ് സിനാരിയൊക്കെ പുള്ളിക്കാരൻ അറിയുന്നതുകൊണ്ട് തന്നെ നാറ്റോന്റെ വിഷയത്തിലൊക്കെ US പറയുന്നത് ശരിയാണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനോടൊക്കെ നമുക്ക് യോജിപ്പാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ കാജ കല്ലാസ് പറയുന്നത് യൂറോപ്പ് ഈ പറഞ്ഞതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കുറെ അപ്രിഹെൻഷൻസിനെയും കോൺസേൺസിനെയൊക്കെ മുഖവിലൊക്കെ എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് യൂറോപ്പിനുള്ള വേറൊരു ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസൽ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യാതെ ഒരു ആള് പറയുന്ന നല്ല കാര്യങ്ങൾ എടുക്കുകയും മറ്റേ കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുകയാണ് ശരിയായ പ്രവണത. അല്ലാതെ ഒരാള് ഭാര്യനെ ഡിവോഴ്സ് ചെയ്തു, കുട്ടീനെ തല്ലി എന്നൊക്കെ പറയുന്ന ഒരൊറ്റ കാരണത്താൽ അയാൾ പറയുന്ന മൊത്തത്തിൽ അയാളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. നമ്മൾ തന്നെ റിസർച്ച് ചെയ്തൊരു സംഭവമാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ശാസ്ത്രമാണ്. എടുക്കണോ ആരിഫായ്? ഓക്കെ, ഇത് നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. എന്താ പറയാ, നമ്മുടെ വിഷയമാണ്. അതായത് എൻവയോൺമെന്റൽ സയൻസ് ബന്ധപ്പെടുത്ത് കിടക്കുന്ന വിഷയമാണ്. ക്ലൈമറ്റ് ചേഞ്ച് സയൻസ് ആണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ദേഴ്സ് മോർ പൊളിറ്റിക്സ് ഇൻ ദിസ് ദാൻ സയൻസ്. കുറെ കാലങ്ങളായിട്ട് ശാസ്ത്രത്തിനെക്കാട്ടിലുപരി ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രമല്ല, മറിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഇത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. അതായത്
യൂറോപ്പ് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വെച്ചിട്ട് ഈ ലോകം ചൂടാവുന്നു, അറ്റ്മോസ്ഫിയർ ചൂടാവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഈ ഐസ് മെൽറ്റ് ചെയ്യും, പല ഐലൻഡ്സും ഇല്ലാതാവും. ഇതൊക്കെ തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സംഭവങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൈമറ്റ് ചേഞ്ചിൽ ഉള്ള ഇപ്പൊ കുറെ പേര് ഇത് പറഞ്ഞു വെക്കുന്നത്, ഇത്ര അധികം ചൂട് ചരിത്രത്തിൽ എവിടെയും മനുഷ്യനുണ്ടായിട്ടില്ല, പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര നാശനഷ്ടമാണ് നമുക്ക് ഉണ്ടാവാൻ പോണത് എന്നൊക്കെ പറഞ്ഞ് കുറെ വെക്കുകയും, എന്നിട്ട് ക്ലൈമറ്റ് സയന്റിസ്റ്റുകളെ പറയുന്നത് കേൾക്കാതെ ഈ ഹൈസ്കൂളും കൂടി പാസ്സാവാത്ത ഗ്രെറ്റ തൺബർഗിനെ പോലുള്ള കുട്ടികൾ പറയുന്നത് കേട്ട് നടക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം മോർ അബൌട്ട് പൊളിറ്റിക്സ് ദാൻ റിയൽ ക്ലൈമറ്റ് സയൻസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഈ ക്ലൈമറ്റ് സയൻസ് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ കടന്നു പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി കുറെ പറയാൻ പറ്റുന്നാലും കുറച്ച് വാക്കുകൾ പറഞ്ഞു വെക്കാം. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് പൊല്യൂട്ടൻസ് അല്ല. അതിലെ പലതും പൊല്യൂട്ടൻസ് അല്ല. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ CO2, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മീഥെയിൻ, N2O, നൈട്രസ് ഓക്സൈഡ്, നമ്മുടെ ഗ്ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഈ പറഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ CFC, HFC അങ്ങനത്തെ സാധനങ്ങൾ, ക്ലോറോഫ്ലൂറോ കാർബൺ. ഈ സാധനങ്ങളാണ് ജനറലി നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഈ സാധനങ്ങളിൽ അധികവും അതേമാതിരി H2O ഉണ്ട് കേട്ടോ, വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ ഈ സാധനങ്ങളിലെ പല സാധനങ്ങളും പൊല്യൂട്ടൻസ് അല്ല. അപ്പോൾ അതായത് ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് ഇത് അന്തരീക്ഷത്തിനെ ചൂടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, പക്ഷെ വേറൊരു ഭാഗത്ത് കുറെ പൊല്യൂട്ടൻസ് ഉണ്ട്. നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന US-ന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ US-ന്റെ ഗവൺമെന്റ് ബോഡിയും USEPA എന്നൊക്കെ പറയുന്ന കുറെ WHO എന്നൊക്കെ പറയുന്ന കുറെ ബോഡീസ് ഉണ്ട്. ഇവരുടെ കണക്ക് പ്രകാരം എയർ പൊല്യൂട്ടൻസ് ഓഫ് കൺസേൺ എന്ന് പറയുന്ന കുറെ എയർ പൊല്യൂട്ടൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 8 എണ്ണം വരുന്നുണ്ട്. സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, പാർട്ടിക്കുലേറ്റ് മാറ്റർ 10, പിന്നെ ഓസോൺ എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനെ 7-8 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളാണ് പൊല്യൂട്ടൻസ് ആയി വരുന്നത്. നമ്മളിപ്പോൾ ഡൽഹിയിൽ നമ്മൾ എല്ലാ വർഷവും കാണുന്നതും കുറെ കുട്ടികൾ മരിക്കും, നൂറുകണക്കിന് ആൾക്കാർ ഡൽഹിയിൽ പലപ്പോഴും നമ്മൾ മരിക്കുന്ന കാണുന്നതൊക്കെ ഈ എയർ പൊല്യൂട്ടൻസ് കാരണമാണ്. പ്രത്യേകിച്ച് ഈ 8 എണ്ണത്തിൽ ഞാൻ പറഞ്ഞ പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ഒക്കെ വെച്ചിട്ട് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ ചോദിക്കണത്, പ്രത്യക്ഷത്തിൽ ടോക്സിക് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസിനെയാണോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, അതോ പ്രത്യക്ഷത്തിൽ മനുഷ്യനൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ ഫണ്ടിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ എയർ പൊല്യൂട്ടൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂട്ടൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, മറിച്ച് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ മരിക്കുന്നതൊന്നും നമുക്ക് കുഴപ്പമില്ല, ഇവിടെ ചൂട് കൂടുതൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല എന്നല്ല പറയുന്നത്, അതിന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഇതിപ്പോ 100 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ 80 രൂപയും ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിന് കൊടുക്കണം എന്ന് പറയുന്ന ലെവലിലോട്ടുള്ള പെറ്റുലന്റ് ആയിട്ടുള്ള ഗ്രെറ്റ തൺബർഗിനെ പോലെ, ഈ പറഞ്ഞ പോലെ ഫ്രാൻസിസ് അൽബനീസിനൊക്കെ പോലത്തെ ആൾക്കാരുടെ സംസാരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റിയൽ സയൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ പൊല്യൂട്ടൻസിനെയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യകത ഉള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതെ വി ആർ നോട്ട് പ്രയോറിറ്റൈസിങ് ദി റിയൽ ടോക്സിക്കൻസ് ഓർ പൊല്യൂട്ടൻസ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഇങ്ങനത്തെ കുറെ ശാസ്ത്രീയപരമായ വശങ്ങൾ ഇതിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് സയൻസ് അല്ലാതെ ആവുകയും അതൊരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സാധനമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ലെവലിലോട്ട് ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ എന്തുകൊണ്ടാണ് ഈ എലൈറ്റിസ്റ്റുകളും ഈ പറഞ്ഞ കോർപ്പറേറ്റ് ലോബിയും ക്ലൈമറ്റ് ചേഞ്ചിനെ മാത്രം മുന്നോട്ട് വെക്കുകയും ഈ പൊല്യൂട്ടൻസിന്റെ കാര്യത്തിലൊക്കെ ഉൾവലിയുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഓർഗാനിക് ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ഫ്രീ ആണ്, പിന്നെ കാർബൺ ഡയോക്സൈഡ് ഫ്രീ ആണ്, കാർബൺ ഫുട് പ്രിന്റ് ഫ്രീ ആന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൂട്ടിക്കൊണ്ട് കുറെ സാധനങ്ങൾ നമ്മളെ മാർക്കറ്റിൽ ഇപ്പോൾ വിപണിയിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു സാധനത്തിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആ ഒരു വോക്കിസത്തിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് ലോബി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു അടിപൊളി ഒരു ജർമ്മൻ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്തിൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ അങ്ങനെ ഈ ആർട്ടിക്കിൾ റിട്രാക്റ്റഡ് എന്ന് കാണിക്കണം എന്താ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിന്റെ ഇൻട്രൊഡക്ഷൻ പറയണം. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇത്രയും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതിൽ ഫോക്കസ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് CO2-നെയാണ്, കാർബൺ ഡയോക്സൈഡിനെയാണ്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ ദിവസവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന CO2 ആണ്, കാർബൺ ഡയോക്സൈഡ് ആണ്. അങ്ങനെയാണ് നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാ മനുഷ്യനും കൊല്ലുകയാണ് വേണ്ടത്. അങ്ങനെ പിന്നെ നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്നത് നിർത്തുക. അതാണ് ഏറ്റവും നല്ലത്. ക്ലൈമറ്റ് ചേഞ്ചിനെ എതിർക്കുന്നതിന് നല്ലത്. അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ സംഭവമുണ്ട്. അപ്പം മനുഷ്യൻ ഓരോ മനുഷ്യൻ, ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഓക്സിജൻ ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഗ്ലോബൽ വാർമിങ്ങിനോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിനെയാണ് ഈ മാതിരി ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. വേറെ പല ക്ലൈമറ്റ് ചേഞ്ച് ഗ്യാസസിനും ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ ഡയോക്സൈഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാർബൺ ഡയോക്സൈഡ് എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാം, ഞങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുകയാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്, നിങ്ങളും അതിന് ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എന്താ പറയുക, കാർബൺ ഡയോക്സൈഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതും ഇൻഡസ്ട്രീസ് മാത്രം പുറത്തു വിടുന്ന പൊല്യൂട്ടൻസിനെ ഫോക്കസ് ചെയ്യാത്തതും. ഇതാണ് ഇതിലെ വേറൊരു പൊളിറ്റിക്കൽ സംഭവം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വേറൊരു സംഭവം ആർട്ടിക്കിളാണ്. കഴിഞ്ഞ ആഴ്ച വന്നൊരു ആർട്ടിക്കിളാണ്, നേച്ചറിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. ഇപ്പോൾ സയന്റിഫിക് സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഏറ്റവും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പിന്നെ പേപ്പേഴ്സ് മാത്രമേ നേച്ചറിൽ പബ്ലിഷ് ചെയ്യുള്ളൂ. ഇപ്പം നേച്ചറിൽ പബ്ലിഷ് ചെയ്ത പേപ്പർ പ്രകാരം യൂറോപ്പിൽ നിന്ന് വന്ന പേപ്പറാണ്. അവർ പറയണത് 2100 കൂടി ഇപ്പോഴത്തെ GDP-ന്റെ കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ GDP-ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം 43% എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അവർ പറയണത്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് വായിച്ച് സയന്റിസ്റ്റുകൾ കണ്ടെത്തി അത്രയധികം നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അത് 23% ഉള്ളൂ. അതായത് പകുതി നഷ്ടമേ, ഈ പറയുന്ന സാധനത്തിനേക്കാളും പകുതി നഷ്ടമേ ഉണ്ടാകുന്നുള്ളൂ. 23% പെട്ടെന്ന് 46% മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിലുള്ള ഡാറ്റ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡാറ്റ മാഗ്നിഫൈ ചെയ്യുന്ന ഒരു ലെവലിലോട്ട്, ഡാറ്റ മാഗ്നിഫിക്കേഷൻ പോലെ ഡാറ്റ മാനിപ്പുലേഷൻ ചെയ്യുന്ന ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു അജണ്ട പാസ്സാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇത് കണ്ടെത്തിയത് ഏഷ്യയിൽ നിന്നുള്ള സയന്റിസ്റ്റുകളാണ്. കാരണം ഇവർ പറഞ്ഞത്, യൂറോപ്പിൽ നിന്നുള്ള പേപ്പർ പറയാണ് ഉസ്ബെക്കിസ്ഥാനാണ് ഇതിനൊക്കെ കാരണം എന്നാണ് പറഞ്ഞത്. ഉസ്ബെക്കിസ്ഥാൻ ഏഷ്യയിലെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏഷ്യയിലെ കൺട്രീസ് ആണ് ഇതിന് കാരണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഏഷ്യയിലുള്ള സയന്റിസ്റ്റ് ഇത് വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഡാറ്റ തന്നെ തെറ്റാണ്, പിന്നെ നിങ്ങൾ പറയുന്നത് എങ്ങനെ നമ്പാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതെ, അങ്ങനെ റിട്രാക്ട് ചെയ്തു എന്നുള്ള വാർത്ത, റിട്രാക്ട് ചെയ്ത വാർത്തയാണ് ഇത്. അത് റിട്രാക്ട് ചെയ്ത വാർത്ത സംഭവമാണ്, നേച്ചറിൽ വന്ന ആർട്ടിക്കിൾ ആണെന്നുള്ളതാണ്. നമ്മൾ കുറെ ചെറിയ കാര്യമില്ല, ഇറ്റ്സ് എന്താ പറയാ, സയന്റിഫിക് കമ്മ്യൂണിറ്റി ഒരു ഡെത്ത് ആണത്, ഒരു പേപ്പർ റിട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതിനെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം ഒരു സംശയം, ഈ മേഖലയിലുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടിബറ്റിനെ കുറിച്ച് പറയാറുണ്ട്, കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള രാജ്യമാണെന്നാണ് പറയുക, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാർബൺ ന്യൂട്രൽ ആവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഐഡിയൽ പൊസിഷനായിട്ട് എടുത്തു വെക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താണ് അതിനോടുള്ള അഭിപ്രായം? ഈ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ടിബറ്റ്, ഇതില് വേറൊരു വിഷയമുണ്ട്. അതായത് ഈ ടിബറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യമില്ലല്ലോ, അതിനെപ്പോ ചൈന പിടിച്ചടക്കി, അതാണല്ലോ. അപ്പോ എന്നിട്ട് ദലൈലാമ ഇപ്പോൾ അവിടെ ഇപ്പോൾ ദലൈലാമനെ രക്ഷിക്കാൻ ഇന്ത്യ വേണം. അപ്പോൾ ദലൈലാമ ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്, അതേപോലെ ഈ ഷെയ്ഖ് ഹസീനെ സംരക്ഷിക്കണം പോലെ. അപ്പോൾ അതാണ് സംഭവം.
അപ്പൊ ഈ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതിൽ കുറെ പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ ഒരു സംഭവം അതാണ്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ പിന്നെ നെഗോഷിയേഷൻസും പോളിസിയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, IPCC ആണ്. അപ്പൊ ഇവരുടെ പല ഡാറ്റയും ഈ പറഞ്ഞ പോലെ ഇവരുടെ പേപ്പർ തന്നെ ആയിരുന്നു ഇപ്പൊ ഞാൻ വായിച്ച പേപ്പർ. അപ്പൊ ഇങ്ങനത്തെ പേപ്പറുകളാണ് ഇവിടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെങ്ങനെ നമ്പും എന്നുള്ളതാണ്. പിന്നെ ഈ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുട്ടികളെ ഉണ്ടാക്കുന്ന നിർത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മനുഷ്യരുണ്ടാക്കും തോറും നമ്മൾ ഓരോ മനുഷ്യന് ഓരോ നിമിഷത്തിൽ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനെ ഉള്ളിലോട്ട് എടുത്തിട്ട് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുന്നത് നിർത്തുകയാണെന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ തന്നെ മൂട്ടിൽ വെടിയേക്കുന്ന പരിപാടിയാണെന്നുള്ളതാണ്. അതേമാതിരി ഇന്റർ ഗവൺമെന്റ് പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ അവിടെ ഒരു പാനലിനെ വെക്കുമ്പോൾ ഇവിടെ പൊല്യൂട്ടന്റിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ബോഡി ഇന്റർനാഷണലി എവിടെയും കാണുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അടുത്ത് 29th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇപ്പൊ അടുത്ത് ബ്രസീലിൽ നടന്നു. അങ്ങനെ ഓരോ വർഷം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടക്കുന്നുണ്ട്. അതിന്റെ ആദ്യം നടന്നത് പാരീസിലാണ്, പാരീസ് ഉച്ചകോടിയിലായിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷം നടക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലോ പക്ഷെ പൊല്യൂഷന്റെ അടിസ്ഥാനത്തിലോ സ്റ്റോക്ക്ഹോം കൺവെൻഷന് ശേഷം 1970 നടന്നിട്ടുള്ള സ്റ്റോക്ക്ഹോം കൺവെൻഷന് ശേഷം ഒന്നും നമ്മൾ അന്ന് വാട്ടർ പൊല്യൂഷന്റെ കേസിലാണ് നടന്നിരുന്നത്. അതിനുശേഷം എയർ പൊല്യൂഷന്റെ കേസിലോ വാട്ടർ പൊല്യൂഷന്റെ കേസിലോ ഈ പറഞ്ഞ പോലെ ഈ ഒരു ആവേശം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇവർ കാണിക്കുന്ന ആവേശം നമ്മൾ പൊല്യൂട്ടൻസിന്റെ കേസിൽ നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞ പൊല്യൂട്ടൻസിന്റെ സാധനങ്ങൾ പലതും കാർസിനോജനിക്കാണ്. ശ്വസിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞ പൊല്യൂട്ടൻസ്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ അപ്പൊ ഡൽഹിയിലൊക്കെ എത്ര പേര് ക്യാൻസർ പിടിച്ച് മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡൽഹിയിൽ ഒരു റിപ്പോർട്ട് പറയണത് ഈ പുക വലിക്കുന്നതിനെക്കാട്ടിലുപരി ചാൻസസ് ഡൽഹിയിൽ വിന്ററിൽ ജീവിക്കുന്ന കുട്ടികൾക്കുണ്ട് ക്യാൻസർ വരാനെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതാണ് റിപ്പോർട്ടുകൾ പറയണത്. ഇത്രയധികം റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടും IPCC പോലത്തെ സാധനങ്ങൾ ഇന്റർനാഷണലി ബോഡീസ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടും അങ്ങനത്തെ ഒരു ബോഡി പൊല്യൂട്ടന്റിന്റെ അടിസ്ഥാനത്തിൽ എയർ പൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഫണ്ടിങ്, ആ ഒരു ആവേശം നമ്മൾ ഇന്റർനാഷണൽ ബോഡീസിൽ നിന്നിട്ട് നമ്മൾ യുഎന്നിന്റെ സ്ഥാനത്ത് നിന്ന് കാണുന്നില്ല. ഈ ബ്രസൽസിന്റെ യൂറോപ്യൻ യൂണിയന്റെ ഇതിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സാധനമായി മാറിയാണ്. നമ്മൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് നടക്കണ്ട എന്നൊന്നുമല്ല. പക്ഷെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ. പിന്നെ ഇവർ പറയണത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെക്കാട്ടിലും ചൂട് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഒരു വേൾഡ് ഫേമസ് വോൾക്കാനിക് ഇറപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ വോൾക്കാനിക് ഇറപ്ഷൻ കാരണം വേൾഡ് ടെമ്പറേച്ചേഴ്സ് വളരെയധികം പെട്ടെന്ന് കൂടുകയും അതിനുശേഷം തണുത്തിട്ട് ഐസേജ് എന്ന് പറഞ്ഞ ലെവലിലോട്ട് പിന്നെ വേൾഡ് അറ്റ്മോസ്ഫിയർ മാറുക, അങ്ങനെ ഐസേജ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലോട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ വളരെയധികം ചൂടും വളരെയധികം തണുപ്പും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വേൾഡിൽ പ്രീ ഇൻഡസ്ട്രിയൽ ഏറിയയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനത്തെ കുറെ അപ്പൊ മനുഷ്യനാണ് അതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ചൂടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നത്. ഇപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ ഇത് എന്താ പറയാ, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, എന്താ പറയാ, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അധികം ചൂട് കൂടുന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പൊള്ളത്തരങ്ങളാണ് ഇവിടെ പിന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആരിഫ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, അതുകൊണ്ട് ചോദിക്കാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിന് സാധൂകരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ആക്ഷൻസ് അതിനെക്കുറിച്ച് പറയാറുണ്ട് പലതും. പിന്നെ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന കുറേ മാനിഫെസ്റ്റേഷൻസ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ ചില എന്താ പറയുക ക്ലൈമാറ്റിക് വെതർ ചേഞ്ചസ് ഒക്കെ അതിനെ ആട്രിബ്യൂട്ട് ചെയ്താണല്ലോ പറയുന്നത്. അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നു എന്നാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം എന്താ പറയാ, മനുഷ്യന്റെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞ സാധനം ചൂട് കൂടുന്നത് മാത്രമല്ല അഡ്രസ് ചെയ്യുന്നത്, മറിച്ച് ബേസിക്കലി ഈ ക്ലൈമറ്റ് എക്സ്ട്രീംസ് കൂടുന്നു എന്നുള്ളതാണ് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഉദ്ദേശം തന്നെ. സംഭവം ഗ്ലോബൽ വാർമിംഗ്, ഇപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വെച്ചിട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവുന്നു, ചൂട് രശ്മികൾ ഭൂമിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച്
പിന്നെ സ്പേസിലോട്ട് പോകുന്നില്ല, അതിന് ഇവിടെ തന്നെ പിടിച്ചു വെക്കുന്നു, ഇൻഫ്രാറെഡ് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസിന്. അങ്ങനെ പിന്നെ ഭൂമിന്റെ ചൂട് കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, അത് കാലാവസ്ഥ വ്യതിയാനത്തിലോട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് പോകുന്നു എന്നുള്ളതാണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ. അപ്പോൾ ഇതിനെ പിടിച്ചു വെക്കുന്ന ഗ്യാസസിനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതാണ് ബേസിക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൂട് കൂടുമ്പോൾ ഏതുപോലെയാണോ ചൂടുകാലത്ത് നമ്മൾ ഏതുപോലെയാണോ തണുക്കുമ്പോൾ നമുക്ക് പുതപ്പ് പിന്നെ മൂടി പുതച്ച് ഉറങ്ങാൻ തോന്നുന്നതും ചൂട് കൂടുമ്പോൾ നമുക്ക് കിടക്കയിൽ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൂട് കൂടുമ്പോൾ മോളിക്യൂൾസിന് എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. ചൂട് കുറയുമ്പോൾ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറയും. അപ്പൊ ഇതേപോലെ മനുഷ്യന് അങ്ങനെ തന്നെയാണ്, ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതേപോലെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് കൂടുമ്പോൾ ബേസിക്കലി മഴ ഉണ്ടാവുന്നത് കൂടുതൽ ശക്തമാവും, ചൂടുണ്ടാകുമ്പോൾ വളരെയധികം ചൂടാവും, തണുപ്പുണ്ടാകുമ്പോൾ വളരെയധികം തണുപ്പാവും. ഇതിന് ക്ലൈമറ്റ് എക്സ്ട്രീംസ് ഉണ്ടാവും ക്ലൈമറ്റ് ചേഞ്ച് കാരണം. ഇതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വേറൊരു ഫാക്ട്. ഇത് പലർക്കും അറിയില്ല, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പൊ അങ്ങനെ ഈ ക്ലൈമറ്റ് എക്സ്ട്രീംസ് ഉണ്ടാവുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള വെള്ളപ്പൊക്കം തന്നെ നമ്മൾ എടുത്തു നോക്കാം. 2018 വെള്ളപ്പൊക്കം നമ്മൾ പറയുന്നത് 100 വർഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ്, ഒന്നാമത്തെ ചോദ്യം, 2018 വെള്ളപ്പൊക്കം എന്തുകൊണ്ടാണ് ഈ 100 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് 100 വർഷത്തിന് മുന്നേയും ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്, അന്നും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് നമ്മൾ പറയണത് ഈ എന്താ പറയാ, ക്ലൈമറ്റ് ഇത്ര അധികം ചൂട് ഇതിനു മുന്നേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര അധികം മഴ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് മുന്നേ വെള്ളപ്പൊക്കം 100 വർഷം മുന്നേ ഇതേപോലെ വെള്ളം പിന്നെ മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. പക്ഷെ എന്താ പറയാ, അപ്പോ ഈ അത് ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നോ? അത് ക്ലൈമറ്റ് ചേഞ്ച് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ആ വേർഡ് തന്നെ കാലാവസ്ഥ വ്യതിയാനമാണ്. അപ്പോ അത് ബേസിക്കലി ഈ ഒരു എന്താ പറയാ, വർഷാവർഷം ഒരു മാറ്റം, കുറച്ച് മാറ്റങ്ങൾ ലോകത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ക്ലൈമറ്റ് ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയണത് ഈ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്നിട്ട് പിന്നെ എന്താ പറയുക ചൂട് കൂടി എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു IPCCന്റെ ഒരു സങ്കല്പം ഉണ്ട്. അതായത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ വെച്ചിട്ട് 1.5 ഡിഗ്രി 2 ഡിഗ്രി സെൽഷ്യസിന്റെ മേലെ ചൂട് പോകാൻ പാടില്ല. 4 ഡിഗ്രി സെൽഷ്യസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ക്വോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിന്റെ മേലെ പോകും എന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2100 ഇത്ര അധികം GDP താഴെ പോവും, GDP ഇത്രയധികം നഷ്ടം ഉണ്ടാവും ഈ പേപ്പർ പറഞ്ഞ് ഒലിപ്പിച്ചത്. അപ്പോ ഇത് വായിച്ച സയന്റിസ്റ്റുകൾ പറഞ്ഞു 4 ഡിഗ്രി സെൽഷ്യസിന്റെ മേലൊന്നും പോകണില്ല നിങ്ങളെ പേപ്പർ അനുസരിച്ച്, നിങ്ങൾ കാണിച്ച ഗ്രാഫ് അനുസരിച്ച് തന്നെ, പ്രഡിക്ഷൻ അനുസരിച്ച് തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക ഫിസിക്കൽ മോഡൽസ് വെച്ചാണ്, ഇക്കോളജിക്കൽ മോഡൽസും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് മോഡലിംഗ് ഒക്കെ വെച്ചിട്ടാണ്. ഈ പറഞ്ഞ പോലെ R മോഡൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോഡലിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്, മാക്സ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെച്ചിട്ടാണ് മോഡലിംഗ് ചെയ്യുക. അപ്പൊ അത് ഈ സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട്, ക്ലൈമറ്റ് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് വായിച്ച ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കാണിച്ച ഡാറ്റ പ്രകാരം തന്നെ 4 ഡിഗ്രി സെൽഷ്യസിന്റെ മോലൊന്നും പോകണമായിട്ട് കാണുന്നില്ല, മറിച്ച് 2 ഡിഗ്രി സെൽഷ്യസ് വരെ പോകണമായിട്ട് കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അതേമാതിരി നിങ്ങൾ ഉസ്ബെക്കിസ്ഥാന്റെ ഡാറ്റ കാണിച്ചത് ബോഗസ് ആണ് എന്നുള്ളത് ഈ ഏഷ്യയിലുള്ള സയന്റിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇപ്പോൾ ശരിക്കും സ്റ്റാറ്റസ് ക്വോ അനുസരിച്ചിട്ട് 2 ഡിഗ്രി സെൽഷ്യസ് 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ പോകണുള്ളൂ. ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പൊളിറ്റീഷ്യൻസ് അതിനെ 4 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെ ആക്കി മാറ്റിയിട്ട് എന്തോ വലിയ പിന്നെ ഡിസാസ്ട്രസ് സംഭവം ഉണ്ടാവാൻ പോകണം എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു എന്താ പറയുക പാരനോയ സൃഷ്ടിക്കുക എന്നുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ക്ലൈമറ്റ് എക്സ്ട്രീംസ് ഉണ്ടാവുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു എക്സ്ട്രീംസ് ഉണ്ടാവുന്ന ഓരോ 100 വർഷം കൂടുമ്പോൾ വെള്ളപ്പൊക്കം, 200 വർഷം കൂടുമ്പോൾ വെള്ളപ്പൊക്കം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഓരോ സ്ഥലത്ത്. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി ചിലപ്പോൾ 100 വർഷം എന്നുള്ളത് ചിലപ്പോൾ 50 വർഷമായിട്ട് മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ 100 വർഷം എന്നുള്ളത് പിന്നെ 200 വർഷം എന്നുള്ളത് 100 വർഷമായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു എന്താ പറയാ ഇന്റർവെല്ലിൽ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അത് ചിലപ്പം മനുഷ്യൻ കാരണം നടന്നിട്ടുണ്ടാവും, അത് നടന്നിട്ടില്ല നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇത് ചരിത്രത്തിന് മുന്നേ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയണത്. അതേമാതിരി ഈ എന്താ പറയാ, ഈ ഫണ്ടിങ് മൊത്തം നമ്മൾ
പിന്നെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ 80 രൂപയും ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിന് ഒഴിഞ്ഞു വെക്കണം, ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം, ബാക്കിയുള്ള പൊല്യൂഷൻ ഒഴിഞ്ഞു വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത്. കാരണം എയർ പൊല്യൂട്ടൻസ് നമുക്ക് ക്രോണിക് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഷോർട്ട് ടേമിൽ തന്നെ നമ്മളില്ലായ്മ ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഇത് 200 വർഷം കഴിഞ്ഞ് എങ്ങനെ ആവും, 300 വർഷം കഴിഞ്ഞ് എങ്ങനെ ആവും, എന്താ പറയുക, ചൂട് കൂടും എന്നൊക്കെ പറഞ്ഞു, തണുപ്പ് കൂടും എന്നൊക്കെ പറയുന്നത്, അതിനെ ഫോക്കസ് ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. മറിച്ച് ഈ 100 രൂപ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ 60%, 70% ശരിക്കും പൊല്യൂഷന് തന്നെ അലോക്കേറ്റ് ചെയ്തിട്ട്, മറിച്ച് 30 രൂപ അല്ലെങ്കിൽ 30 രൂപ 35 രൂപ പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ അലോക്കേറ്റ് ചെയ്തോട്ടെ. അതാണ് നമ്മൾ പറയണത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ആ ഒരു അലോക്കേഷന്റെ ആ ഒരു പ്രയോറിറ്റൈസേഷൻ, അതായത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നില്ല, പഠനങ്ങൾ തുടരുക, പക്ഷെ ഇതിനെ ഒരു ഫിയർ മോങ്കറിംഗിലേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ്. അതെ, അതാണ് നമ്മൾ പറയണത്. അത് ചിലപ്പോ അതെ, ഇതൊരു നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർക്ക് ചിന്തിക്കാൻ കുറച്ച് എനർജി നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ ഈ തലച്ചോറ് ഉപയോഗിക്കാൻ നമുക്ക് മടിയാണ്. കാരണം എനർജി എടുക്കാൻ മടിയായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സിംപ്ലിഫിക്കേഷൻ ആണ്. ഒന്നെങ്കിൽ വലതുപക്ഷം, അതെ വലതുപക്ഷം, ഒന്നെങ്കിൽ വലതുപക്ഷം തെറ്റാന്ന് അറിയുമ്പോൾ നമ്മൾ ഇടതുപക്ഷം, അങ്ങനെ ഒരു സംഭവത്തിലോട്ട് പോകും. ഇതിൽ നടുക്ക് ഇത് രണ്ടെണ്ണത്തിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാത തിരഞ്ഞെടുക്കാൻ നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കില്ല, അല്ലെങ്കിൽ അതിന് നമുക്ക് മടിയാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും കാലം ആരിഫ് ഭായ് ഇസ്ലാമിന്റെ എതിർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ വലതുപക്ഷം അതിനെ എതിർക്കുന്നത് കൊണ്ട് സംഖ്യകളും സംഘപരിവാറും അങ്ങനത്തെ ചിന്താധികാരമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. അതായത് റഷ്യന്റെ കാര്യം വരുമ്പോൾ പിന്നെ BJP ഗവൺമെന്റ് റഷ്യനെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് പറ്റില്ല, അത് നമുക്ക് പറ്റൂല, ഞങ്ങളെ ഗവൺമെന്റ് അത് പിന്തുണയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറയും. നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് പിന്തുണയ്ക്കണേ എന്നൊന്നും അല്ല പറഞ്ഞു. പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. നമുക്ക് ഒരു ശരിയായ സുഹൃത്ത് എന്ന് പറയുന്നത്, ഒരു ശരിയായ സിറ്റിസൺ എന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പറുള്ള ആർട്ടിക്കിൾ 59A വരുന്ന ആളാണ്. സയന്റിഫിക് ടെമ്പറുള്ള ആൾക്കാരാണ്, സയന്റിഫിക് തോട്ട് പ്രോസസ്സുള്ള ആളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് കാണുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യണം, നല്ലത് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതല്ലേ യഥാർത്ഥ സിറ്റിസൺസ് ചെയ്യേണ്ടത്. അപ്പൊ അത് കാണാതെ ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള മടി കൊണ്ട് ഒന്നെങ്കിൽ വലതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം, ഒന്നെങ്കിൽ തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷം, ഈ ഒരു ലെവലിലോട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.